5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നേക്ക് ഏകദേശം 27 വർഷങ്ങൾക്ക് മുമ്പ് 1998 മാർച്ച് മാസം 20-ാം തീയതി രാവിലെ കേരളം ഉണർന്നത് വലിയ ഞെട്ടലോടുകൂടിയാണ്. അങ്ങനെ ഞെട്ടുവാനൊരു കാരണമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആരാധിച്ചിട്ടുള്ള, വിക്കുണ്ടായിട്ട് പോലും വലിയ ജനക്കൂട്ടത്തെ ആകർഷിച്ചിട്ടുള്ള കേരളത്തിലെ ദൈക്ഷണിക മണ്ഡലത്തിൽ, മാർക്സിയൻ സിദ്ധാന്തങ്ങളുടെ മണ്ഡലത്തിൽ, മാർക്സിസം ലെനിനിസം ഈ ലോകത്ത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ, അതിനുവേണ്ടി എഴുതുന്നതിൽ, ചിന്തിക്കുന്നതിൽ, വായിക്കുന്നതിൽ, പറയുന്നതിൽ, പ്രസംഗിക്കുന്നതിൽ, സംവാദം നടത്തുന്നതിൽ, ഏതൊരു എതിരാളിയെയും മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് തളച്ചിടുന്നതിൽ, ഇടതുപക്ഷമായി ചിന്തിക്കാത്തവരൊക്കെ വലതുപക്ഷ പിന്തിരിപ്പന്മാരാണെന്ന് പറഞ്ഞ് തളർത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വലിയ ദൈക്ഷണികനായിട്ടുള്ള സഖാവ് EMS അന്തരിച്ചതിൻ്റെ പിറ്റേ ദിവസത്തെ പത്രത്തിൻ്റെ വാർത്തയാണ് ഞാൻ പറഞ്ഞത്. 1998 മാർച്ച് 20. അപ്പോൾ മരിച്ചത് തൊട്ട് തലേ ദിവസം 1998 മാർച്ച് 19 വെളുപ്പാങ്കാലം 3:40 മണിക്കാണ് 3:40 EMS ഈ ലോകത്തോട് വിട പറഞ്ഞത്. 1999 ജൂൺ 13 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഇലഞ്ഞിമലയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇലഞ്ഞിമലയ്ക്കൽ ശ്രീധരൻ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അത് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ ലക്ഷ്യം. ഞാനും ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും ചെറിയ പ്രായത്തിലുള്ള കാലഘട്ടത്തിലും അല്ലെങ്കിൽ എനിക്ക് കോളേജ് ജീവിതം വരെ ഞാൻ സജീവമായി CPM-ലും ഇടതുപക്ഷത്തിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. മെമ്പർഷിപ്പ് അടക്കമുള്ള ആളായിരുന്നു. പക്ഷേ അതിനുശേഷമാണ്, ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിയോടുള്ള രാഷ്ട്രീയ പക്ഷപാതിത്വമൊക്കെ അവസാനിപ്പിച്ച് അക്കാഡമിക് ലോകത്തേക്ക് പോവുകയും പിന്നെ സമൂഹത്തെയും രാജ്യത്തെയും സേവിക്കുക എന്നുള്ള നിലയിലേക്ക് മാറുകയും ഇന്നിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി കൃത്യമായി തുല്യമായ ഒരു അകലമാണ്. എല്ലാവരോടും സൗഹൃദവുമുണ്ട്. എല്ലാ പാർട്ടികളിലും നേതാക്കളുമായിട്ടൊക്കെ നല്ല ബന്ധവുമുണ്ട്. ജലപരിസ്ഥിതി മേഖലകളിലൊക്കെയാണ് എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞു വന്നത്. സഖാവ് EMSൻ്റെ മരണത്തെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുക. ഇത് ഞാൻ അറിഞ്ഞിട്ട് വർഷങ്ങളായി. ഞാൻ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറായിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരം എന്നോട് ഇത് പറഞ്ഞ പത്രപ്രവർത്തകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടാവും, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ ഓഫീസിൽ വരികയും ഒരു പരസ്യവുമായി ബന്ധപ്പെടുത്തി, ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം വന്ന് എന്നോട് സംസാരിച്ച്. അപ്പോൾ പല ദിവസങ്ങളിൽ വരും, നല്ല ബന്ധമൊക്കെ ആയപ്പോൾ പല ദിവസങ്ങളിലും വന്ന് ചിലപ്പോൾ ഓഫീസ് സമയം കഴിഞ്ഞ് 5 മണിക്ക് ശേഷമൊക്കെ വന്ന് ചെറിയ സമയം 5-10 മിനിറ്റൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ശീലത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് സഖാവ് EMSൻ്റെ കുടുംബ അംഗങ്ങൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞ ആ പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞ അനുസരിച്ച്, ആ സീനിയർ ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞ അനുസരിച്ച് സഖാവ് EMSൻ്റെ മരണം സ്വാഭാവിക മരണമല്ല, ഒരസുഖം വന്ന് മരിച്ചതല്ല. ന്യൂമോണിയ വന്നിട്ടാണ് മരിക്കുന്നത്, പനി വന്നിട്ടാണ്. പക്ഷേ അതിൻ്റെ കഥ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് ഞാൻ കൗതുകത്തോടെ കേൾക്കാനുള്ള കാരണം, ലോകത്തിൽ വന്നുപോയ മഹാരഥന്മാരെല്ലാം, ഋഷിമാർ, മുനിമാർ, മഹാന്മാരെല്ലാവരും മരിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠനവിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നപ്പോൾ തന്നെ എനിക്ക് ഒരു കൗതുകമുണ്ടായിരുന്നു. EMSൻ്റെ മരണം എങ്ങനെയായിരിക്കും? അപകടമായിരിക്കുമോ? ആരെങ്കിലും കൊല്ലുമോ? അങ്ങനെ എന്തായിരിക്കും? ആത്മഹത്യ ചെയ്യുമോ? അങ്ങനെ എന്തായിരിക്കും എന്ന് എനിക്കൊരു കൗതുകമുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല. യേശുദേവൻ മരിച്ചത് കുരിശിലേറിയാണ്, ബുദ്ധൻ മരിക്കുന്നത് ബുദ്ധിമുട്ടിയിട്ടാണ്, ആദിശങ്കരൻ്റെ മരണം, ഗുരുദേവനൊക്കെ അവസാന കാലഘട്ടത്തിൽ വളരെ മാനസിക സംഘർഷമൊക്കെ ഉണ്ടായിരുന്നതായി പറയുന്നു. പല കാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ മരണം, സ്വാമി വിവേകാനന്ദൻ, അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നിഷ്കാമകർമ്മം ചെയ്തിട്ടുള്ള എല്ലാവരുടെയും മരണം ഒരു ദുസൂചനയായി നിൽക്കും. അതുപോലെ തന്നെ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ, നല്ലതായാലും ചീത്തയായാലും, ഹിറ്റ്ലറുടെ മരണം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ മരണം, അങ്ങനെ പിന്നെ മഹാത്മാജിയുടെ മരണം, അത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് കേട്ടോ. അങ്ങനെ മരണത്തെ ഞാൻ വിലയിരുത്തിയപ്പോഴാണ് EMSൻ്റെ മരണം അറിയാൻ എനിക്കൊരു കൗതുകമുണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ച് വന്നപ്പോഴാണ് ആ സീനിയർ ജേർണലിസ്റ്റ് പറഞ്ഞത്, EMSന് പെട്ടെന്ന് പനി വന്നു, EMS ആകെ തളർന്നുപോയി. അത് വരുന്നതിനൊരു മാനസിക തളർച്ചയുടെ പ്രശ്നം കൂടിയുണ്ട്. അങ്ങനെ വരാൻ കാരണം EMS അതുവരെ പറഞ്ഞിരുന്നത് കോൺഗ്രസ് തകർന്നാൽ രാജ്യത്ത് ഇടതുപക്ഷ മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ദേവഗൗഡയുടെ പാർട്ടി,
ജനതാദൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇന്ത്യയിലെ കോൺഗ്രസ് ഒഴിച്ചുള്ള എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഇടതുപക്ഷ മതേതര ജനാധിപത്യ മുന്നണി കെട്ടിപ്പടുക്കാൻ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോലെ രാജ്യത്ത് കെട്ടിപ്പടുക്കാനുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു സഖാവ് EMS. എഴുത്തുകൊണ്ടും വായന കൊണ്ടും പ്രസംഗം കൊണ്ടും സംവാദം കൊണ്ടും അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചു. അദ്ദേഹം വലിയ മനയിൽ ജനിച്ച ആളാണ്, കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ആളാണ്. പൂണൂൽ വലിച്ചെറിഞ്ഞ് കമ്മ്യൂണിസ്റ്റുകാരന് വേണ്ടി പട്ടികജാതി പട്ടികവർഗക്കാരുടെയും എല്ലാവരുടെയും പാവപ്പെട്ടവരുടെയൊക്കെ കുടുംബത്തിൽ പോയി മത്സ്യം കഴിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആദരവ് നിലനിർത്തിയാണ് ഇനി ഞാൻ ബാക്കിയുള്ള കാര്യം പറയാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് തകർന്നാൽ ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ട് എന്ന് പറയും. അത്തരം പ്രസംഗങ്ങൾ ഞാൻ നേരിട്ട് പോലും കേട്ടിട്ടുണ്ട്. ഞാൻ EMSൻ്റെ വായിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട് പ്രസംഗം കേൾക്കാൻ പോകുമ്പോൾ. പക്ഷേ കാലം കൊണ്ട് തിരിഞ്ഞത് മറ്റൊരു വഴിക്കായിരുന്നു. EMSൻ്റെ ആ സിദ്ധാന്തങ്ങളെല്ലാം പൊളിഞ്ഞു. ആ സിദ്ധാന്തം പൊളിഞ്ഞിട്ട് കോൺഗ്രസ് തകരുകയും ചെയ്തു, BJP വളരുകയും ചെയ്തു. EMSനെ പോലൊരാൾക്ക് സ്വപ്നത്തിൽ വിചാരിക്കാൻ കഴിയുന്ന കാര്യമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്. അതുണ്ടായതിൽ EMSന് വലിയ ദുഃഖമുണ്ടായി. EMS മരിക്കുന്ന ആ ദിവസങ്ങളിലാണ് വാജ്പേയി അധികാരത്തിൽ വരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ, അതായത് EMSൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ LK അദ്വാനി BJPയെ പ്രതിനിധീകരിച്ച് വരികയും ചെയ്തിരുന്നു, ആഭ്യന്തരമന്ത്രി. അപ്പോൾ അതൊരു വശത്ത് നിന്നു. അപ്പോൾ ഇനി അടുത്ത കഥയുടെ അവസാന ഭാഗത്തിലേക്ക് പോകാം. EMSന് പെട്ടെന്ന് പനി വരുന്നു. പനി വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരല്ല കൊണ്ടുപോകുന്നത്, പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി നിന്ന് പ്രവർത്തിക്കുന്ന ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുന്നെങ്കിൽ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ബാക്കി അദ്ദേഹം പറയണം. കൊണ്ടുപോയപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ക്യൂവിലിരുന്ന് കസേരയിൽ ഇരുന്നു. അവിടെ ഇരുന്നപ്പോൾ EMS ആണെന്ന് പറഞ്ഞെങ്കിൽ മുൻ മുഖ്യമന്ത്രിയാണ്, ഇത്രയും വലിയ നേതാവാണ്, പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ടോക്കൺ കിട്ടുമായിരുന്നു. പക്ഷേ പറയണ്ട എന്ന് EMSൻ്റെ നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ കൂടെ പോയ സെക്രട്ടറി മിണ്ടിയില്ല. പക്ഷേ അവിടെ വന്ന മറ്റ് രോഗികൾ EMSനെ പെട്ടെന്ന് തിരിച്ചറിയുകയും അവർ സൂപ്രണ്ടിനെ വിവരം അറിയിക്കുകയും സൂപ്രണ്ട് വന്ന് ക്ഷമാപണം നടത്തി EMSനെ ക്യൂവിൽ നിർത്താതെ അവിടെ പരിശോധിക്കുകയും മരുന്ന് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ EMS കുറേ ഉറക്ക ഗുളിക കൂടി EMSന് കൊടുത്തിരുന്നു. ഈ ഉറക്ക ഗുളികയുമായി വീട്ടിൽ പോയി പനി കൂടി അങ്ങനെ നിന്നപ്പോഴാണ് വീട്ടിനകത്ത് ചില ചെറിയ സംസാരവും പ്രശ്നങ്ങളും ഉണ്ടായത്. അപ്പോൾ അത് പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തും അദ്ദേഹം പാർട്ടിക്ക് കൊടുത്തിരുന്നു. വാടക വീട്ടിലാണ് താമസിക്കുന്നത്, പാർട്ടിയാണ് ഇതെല്ലാം സഹായിക്കുന്നത്, പാർട്ടിയാണ് ചെലവിന് കൊടുക്കുന്നത്, പാർട്ടിയാണ് എല്ലാം അദ്ദേഹത്തിന്. അങ്ങനെ നിന്ന സമയത്ത് ചിന്തയിലെയും ദശാമനിലെയും റോയൽറ്റി ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ചില ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ചില സംസാരമൊക്കെ നടന്നു എന്ന് പറയുന്നു. ഇതെല്ലാം കൂടി പുള്ളിക്ക് വല്ലാത്ത മാനസിക സംഘർഷമുണ്ടാക്കി. ഒരു വശത്ത് പനി, BJP വരുന്നു, പിന്നെ ഈ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആത്മസംഘർഷം, ഇതെല്ലാം കൂടി ചേർത്ത് EMS ഉറക്ക ഗുളിക കഴിച്ചു ആത്മഹത്യ ചെയ്തു എന്നാണ് ആ പ്രവർത്തകൻ എന്നോട് വളരെ ഉത്തരവാദിത്വപരമായി പറഞ്ഞത്. ഇനി അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. അദ്ദേഹം പറയുമ്പോൾ അതിൻ്റെ ഒരു ആധികാരികത കാരണം കൂടെയുണ്ട്. അദ്ദേഹം മിക്ക ദിവസങ്ങളിലും EMSൻ്റെ ഗാന്ധാരിയമ്മൻ കോവിലിൻ്റെ അടുത്തുള്ള തിരുവനന്തപുരത്ത് ഗാന്ധാരിയമ്മൻ സ്ട്രീറ്റിലുള്ള EMSൻ്റെ വീട്ടിൽ പല ദിവസങ്ങളിലും പോവുകയും മിനിറ്റുകളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം EMSുമായി രാഷ്ട്രീയം പറഞ്ഞിരിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങൾ EMS പ്രൊമോട്ട് ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ആധികാരികത ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ മനസ്സ് തുറക്കേണ്ടത് EMSൻ്റെ സെക്രട്ടറി ആയിരുന്ന ആളും EMSൻ്റെ കുടുംബാംഗങ്ങളുമാണ്. തീർച്ചയായും ഞാനിത് ഒരു വിവാദത്തിന് വേണ്ടി പറഞ്ഞതല്ല. മഹാരഥന്മാരെല്ലാം ഈ ഭൂമിയിൽ വന്നുപോയ എല്ലാ മഹാരഥന്മാരും, എല്ലാ മനീഷികളും, എല്ലാ ഋഷിമാരും സമൂഹത്തിന് വേണ്ടി വല്ലാതെ ജീവിച്ചവരെല്ലാവരുടെ മരണവും ഒരു ദുഃഖ പര്യവസായി ആയിരിക്കും, ഒരു ദുരന്ത പര്യവസാനമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ശ്രേണിയിൽ സഖാവ് EMSും പെട്ടോ എന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാഡമിക് കൗതുകത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം.